ഈ 1000 മണിക്കൂർ ഫ്ലൈയിങ് അവേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള അവിടുത്തെ ചീഫ് വാറണ്ട് ഓഫീസറാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. എന്തുകൊണ്ട് ആ ഒരു സമയത്ത് അയാൾക്കതിനെ ആ ചോപ്പറിനെ ടേക്ക് ഓവർ ചെയ്യാൻ കഴിഞ്ഞില്ല? ചോദ്യമാണ്. ഇത് NTSBയുടെ തന്നെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നതാണ്. പിന്നെ ഫർദറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനൊക്കെ ലേറ്റർ സ്റ്റേജിലാണ് വരുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അട്ടിമറിക്കുള്ള സാധ്യത ഈ പറയുന്ന റിപ്പോർട്ടുമായിട്ട് നോക്കുകയാണെങ്കിൽ 1% പോലും ഇല്ല. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവർ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരുന്ന പൈലറ്റ് അമേരിക്കൻ സേനയിൽ 5 വർഷത്തോളം അവർ ഫ്ലൈയിങ് ചെയ്തവരാണ്. അവർ കുറച്ചു കാലം ബൈഡൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഡിഫൻസ് എയ്ഡ് സഹായിയായിട്ട്. മറ്റൊന്ന്, ഇതിനകത്ത് ഹ്യൂമൻ എററാണോ? എന്തുകൊണ്ടാണ് ഈ പറയുന്ന സീനിയറായിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ഇവാൻ എന്ന് പറയുന്നയാൾ ഇത് ടേക്ക് ഓവർ ചെയ്തില്ല? ഇതൊക്കെ ചോദ്യങ്ങൾ പിന്നീട്, കാരണം അതൊക്കെ ബ്ലാക്ക് ബോക്സുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണത്തിൻ്റെ ഫൈനൽ സ്റ്റേജിലായിരിക്കും എൻകോഡ് ചെയ്ത സംഭവങ്ങൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്, എന്താണ് അവിടെ ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ചുള്ള പ്രശ്നങ്ങൾ.